Hi friends, welcome back to my channel. കുട്ടികളെ 2025 അഗ്നിവീർ റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ ട്രേഡിന്റെയും ഫുൾ എക്സാം പാറ്റേൺ ആണ്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും ആദ്യമായിട്ടാണ് അഗ്നിവീർ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ തവണത്തെ എക്സാം പാറ്റേൺ അത് കുറച്ച് മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതുകൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് പോവാം. എനിക്ക് എല്ലാവരുടെ അടുത്തും ആദ്യം തന്നെ പറയാനുള്ളത്, ഈ തവണ വേക്കൻസി നല്ലപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നല്ലപോലെ ഇതിനുവേണ്ടി പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. വളരെ ഈസി ആയിട്ട്, അതായത് 2025 തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡിഫൻസ് യൂണിഫോം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കാണുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു ആർമി റാലിക്ക് തയ്യാറെടുക്കുമ്പോൾ. മനസ്സിലായ കുട്ടികളെ? അപ്പോൾ ഓരോ വീഡിയോയും, അതായത് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. ഈ ഓരോ വീഡിയോസും ഇൻഫോർമേറ്റീവ് വീഡിയോസാണ്. ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം ആർമി GD അതുപോലെ ട്രേഡ്സ്മാൻ WMB എന്നീ ട്രേഡിൻ്റെയൊക്കെ എക്സാം പാറ്റേൺ എന്താണെന്ന്, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, GKയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, GSൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ, റീസണിങ് 5 ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എല്ലാം പ്രോപ്പർ സിലബസ്, അതായത് GSൻ്റെ, GKയുടെ, മാത്സിൻ്റെ, റീസണിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് സിലബസിൻ്റെ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്ജക്റ്റ് അനുസരിച്ച് ഏതൊക്കെ സിലബസ് നിങ്ങൾ കവർ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ. GKയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ 30 മാർക്ക്, അതായത് ഓരോ ക്വസ്റ്റ്യനും ഇവിടെ നിങ്ങൾക്ക് 2 മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. GS എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, പിന്നെ ബയോളജിയിൽ നിന്ന് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ കുട്ടികളെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓരോ പോർഷനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. പിന്നെ റീസണിങ്ങിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻ വരുന്നത്. എത്രയാണ്? 50 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. ടോട്ടൽ 100 മാർക്സ് ആണ് നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ 50 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ആർമി GD ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും WMB ആണെങ്കിലും സെലക്ഷൻ പ്രോസസ്സിലെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 200 ആണ്. എത്രയാണ്? സെലക്ഷൻ പ്രോസസ്സിലെ ടോട്ടൽ മാർക്ക് 200 ആണ്. അതിനകത്ത് 100 മാർക്സ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിലെയാണ്, പിന്നെ 100 മാർക്സ് എന്ന് പറയുന്നത് ഫിസിക്കലിലെയാണ്. അപ്പോൾ ആർമി GD, ട്രേഡ്സ്മാൻ അതുപോലെ തന്നെ WMB എന്നീ ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ട്രേഡിലോട്ട് പോകാം. കുട്ടികളെ, നെക്സ്റ്റ് ട്രേഡാണ് ആർമി ടെക്നിക്കൽ. ഇത്തവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാ കുട്ടികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ലാസ്റ്റ് ചാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേക്കൻസി ഏത് ട്രേഡിനാണോ ഏറ്റവും കൂടുതൽ ഉള്ളത്, ഫോർ എക്സാമ്പിൾ GD ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും ഏത് ട്രേഡിനാണോ കൂടുതൽ വേക്കൻസി ഉള്ളത് അതിന് മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ടെക്നിക്കൽ ട്രേഡിനോട് അപ്ലൈ ചെയ്യുക നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം ടെക്നിക്കൽ എന്നൊരു ട്രേഡിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന്. GKയിൽ നിന്നും 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ് ലഭിക്കുന്നത്. എത്രയാണ്? 4 മാർക്കാണ് ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ ലഭിക്കുന്നത്. 5 ക്വസ്റ്റ്യൻ 20 മാർക്സ്. പിന്നെ ഫിസിക്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, കെമിസ്ട്രിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ 25 ക്വസ്റ്റ്യൻ. ടോട്ടൽ 100 മാർക്സ് ആണ് ഫിസിക്സിൽ നിന്നും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നല്ല പ്രയോറിറ്റി ഉണ്ട് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിന്. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ കവർ ചെയ്തിരിക്കണം നിങ്ങൾ ടെക്നിക്കലിന് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ. റീസണിങ്ങിൻ്റെ 5 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, 20 മാർക്സ്. പിന്നെ മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, 16 മാർക്സ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇവിടുത്തെ ഡീറ്റെയിൽഡ് കാര്യം പറഞ്ഞാൽ ആർമി ടെക്നിക്കൽ എന്നൊരു ട്രേഡിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇവിടെ ഫിസിക്കലിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കത്തില്ല. മനസ്സിലായല്ലോ? ഫിസിക്കൽ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഫിസിക്കൽ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അതിന് പകരം ഇവിടെ നിങ്ങൾ ടോട്ടൽ മാർക്ക് 200-ലാണ്. മനസ്സിലായല്ലോ? ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് 200 മാർക്കിലായിരിക്കും കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഫിസിക്കൽ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ടെക്നിക്കലിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ആർമി നേഴ്സിംഗ് എന്ന് പറയുന്ന ട്രേഡിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അഗ്നിവീറിന് തയ്യാറെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ +2 പഠിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയല്ലോ? ആർമി നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പെർമനൻറ്റ് റാലിയാണ്. ഇത് അഗ്നിവീർ പെടുന്നതല്ല. നമുക്ക് നോക്കാം. ഇവിടെ GKയിൽ നിന്ന് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ 40 മാർക്ക്.
ഫിസിക്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വരുന്നതാണ്, കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതാണ്, ടോട്ടൽ 20 ക്വസ്റ്റ്യൻ 80 മാർക്സ്. പിന്നെ ബയോളജിയിൽ നിന്ന് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ വരുന്നതാണ്, ടോട്ടൽ 60 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഓവറോൾ മാർക്ക് എത്രയായി? ഓവറോൾ 200. 200 മാർക്കിലാണ് ഇവിടുത്തെയും കട്ട് ഓഫ് വരാൻ പോകുന്നത്. ഇവിടെ ടോപ്പ് പ്രയോറിറ്റി സിലബസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ബയോളജി ഉണ്ട്, എല്ലാം കോമൺ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ബയോളജി ഉണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രിയും വരുന്നുണ്ട്, പിന്നെ GKയും വരുന്നുണ്ട്. പെർമനൻറ്റ് റാലിയാണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ട് ഓഫ് വരുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ നിങ്ങളും ആർമി നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നല്ലപോലെ പഠിച്ചിരിക്കണം. കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും ഇതിൻ്റെ വരാൻ പോകുന്നത്. ക്ലിയർ ആയാലോ? പെർമനൻറ്റ് റാലിയാണിത്. നല്ലൊരു മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ജോലിയാണ് ആർമി നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നോക്കാം. സോ യുവർ ലാസ്റ്റ് ആണ് ക്ലർക്ക് അഥവാ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പേരിലും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. GKയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ 20 മാർക്സ്, GSൽ നിന്നും 5 ക്വസ്റ്റ്യൻ 20 മാർക്സ്, പിന്നെ മാത്സ് 10 ക്വസ്റ്റ്യൻ 40 മാർക്സ്, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ 5 ക്വസ്റ്റ്യൻ, പിന്നെ അതിനുശേഷം നിങ്ങൾക്കൊരു സെക്കൻഡ് അഡീഷണൽ പേപ്പർ വരുന്നതായിരിക്കും, അതാണ് ഇംഗ്ലീഷിൻ്റെ 25 ക്വസ്റ്റ്യൻ. ടോട്ടൽ 200 മാർക്സ് ആണ് ഇവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതിൻ്റെ കട്ട് ഓഫ് അത്ര വളരെ ഹൈ അല്ല വരുന്നത്. കട്ട് ഓഫ് വളരെ ലോ വരുന്ന ട്രേഡുകളാണ് ആർമി ടെക്കും അതുപോലെ തന്നെ ഈ OAയും. ഇതിൻ്റെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും വരുന്നത്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്നത് ആർമി നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ നിൽക്കുന്നതാണ് GDയും ട്രേഡ്സ്മാനും WMBയും. ക്ലിയർ ആയല്ലോ കുട്ടികളെ? GD, ട്രേഡ്സ്മാൻ, WMB എന്നീ ട്രേഡിനെല്ലാം ഫിസിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ഫിസിക്കലിലൂടെ മാർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം നോക്കുമ്പോൾ, ബാക്കി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിലും പിന്നെ ടെക്നിക്കൽ ആണെങ്കിലും ഇവിടെയെല്ലാം എന്താണ്? ജസ്റ്റ് ഫിസിക്കൽ ക്വാളിഫൈ ആയാൽ മാത്രം മതി. പക്ഷേ റിട്ടേൺ അതിൻ്റെ പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളും ഏത് ട്രേഡിനാണോ തയ്യാറെടുക്കുന്നത് നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ആർമി GD, ട്രേഡ്സ്മാൻ, WMB എന്നീ ട്രേഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. ആർമി ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ടോട്ടൽ ഫീസ് 4000 ആണ്. പിന്നെ ഇവിടെ നേവി SSR, MR, കോസ്റ്റ് ഗാർഡ്, നാവിക്, GD ആൻഡ് DV എന്നീ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് ട്രേഡിനാണോ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ ഏത് ട്രേഡിനാണോ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സെപ്പറേറ്റ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. 2 ട്രേഡിനാണെന്നുണ്ടെങ്കിൽ 2 ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലൈവ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും, പിന്നെ റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും, മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെഡിക്കൽ അവയർനെസ് ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലുള്ള ഡിഫൻസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.